Let's dive into the fascinating world of physics with Dr. Sina G. Good morning all. Welcome to lectures by Dr. S.G. In today's class, we are going to discuss about the tunnel theory of alpha decay. ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ക്വാണ്ടം മെക്കാനിക്സിന്റെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കൺസെപ്റ്റ് ആണ്, അതായത് ക്വാണ്ടം ടണലിംഗ്. അപ്പൊ അത് മനസ്സിലാവാൻ വേണ്ടി ആക്ച്വലി ഇത് ഇച്ചിരി കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. പക്ഷേ ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ വെച്ച് ഞാനത് മനസ്സിലാക്കി തരാം. അതായത് ഫോർ എക്സാമ്പിൾ, ഇപ്പൊ നിങ്ങൾ ഒരു റൂമിൽ ഇരിക്കാന്ന് വെച്ചോ. ഓക്കെ, നിങ്ങൾ ആ റൂമിൽ ഇരിക്കുമ്പം നിങ്ങൾ കഴിച്ച് നല്ല എനർജി ഒക്കെ ആയിട്ട് ആ റൂമിൽ ഇരിക്കുകയാണ്. അപ്പൊ ആ റൂമിന്റെ റൂഫ് ഓപ്പൺ ആണ്, ചുറ്റും 4 മതിലൊക്കെ ഉണ്ട്, വാതിലൊന്നും ഇല്ല കേട്ടോ. സോ ചുറ്റും വാൾസ് ആണ്, മുകളിൽ ഓപ്പൺ ആണ്. അപ്പൊ അങ്ങനെ നിങ്ങൾ റൂമിൽ ഇരിക്കുമ്പം നിങ്ങൾക്ക് തോന്നുകയാണ് റൂമിൽ നിന്നൊന്ന് പുറത്തു പോയാലോ എന്നുള്ളത്. പക്ഷെ അതിന് വേണ്ടിയിട്ട് പ്രത്യേകിച്ച് വാതിലൊന്നും ആ റൂമിനില്ല. നിങ്ങൾക്ക് ആകെ ചെയ്യാൻ പറ്റുന്ന കാര്യം, നിങ്ങൾക്ക് ചാടി പുറത്തു പോകാൻ പറ്റും, റൂമിന്റെ പുറത്തു പോകാൻ പറ്റും. അപ്പൊ നിങ്ങൾക്ക് കുറെ പ്രാവശ്യം എനർജി ഉണ്ടല്ലോ, സോ നമ്മൾ കുറെ പ്രാവശ്യം ഇങ്ങനെ ചാടുകയാണ് റൂമിന്റെ പുറത്ത് പോകാനായിട്ട്. പക്ഷേ നമുക്ക് പറ്റുമോ റൂമിന്റെ പുറത്ത് പോകാനായിട്ട്? പറ്റത്തില്ല. കാരണം ഒരു വോളിന്റെ അത്ര ഹൈറ്റിൽ ചാടണ്ടേ, അവിടെ പ്രത്യേകിച്ച് സ്റ്റൂളോ കാര്യങ്ങളോ അങ്ങനെ ഒന്നുമില്ല, ചാടി തന്നെ വേണം പോകാനായിട്ട്. അപ്പൊ നമുക്ക് ആവശ്യത്തിന് എനർജി ഉണ്ട്, പക്ഷേ ഒരു വോള് മറികടന്ന് പോകാനുള്ള ഒരു എനർജി നമുക്കില്ല. അപ്പൊ ആ ഒരു കാര്യം തന്നെയാണ് നമ്മുടെ ആൽഫ ഡികെയുടെ കാര്യത്തിലും സംഭവിക്കുന്നത്. അതായത് ആൽഫ ഡികെയില് നമ്മുടെ ആൽഫ പാർട്ടിക്കിൾ ഇങ്ങനെ ന്യൂക്ലിയസിനകത്ത് ഇങ്ങനെ ഇരിക്കുകയാണ്, എങ്ങനെയെങ്കിലും ഒന്ന് ചാടി രക്ഷപ്പെടണമല്ലോ എന്ന് വിചാരിച്ച് ഇങ്ങനെ ഇരിക്കുമ്പോൾ ഇപ്പൊ ഇതാണ് ഞാനിപ്പോ ഈ വരച്ചേക്കുന്ന, നിങ്ങളിപ്പോ റൂം ഇമാജിൻ ചെയ്തില്ലേ, അതേപോലെ ഇതിന്റെ വോളാണ്, ന്യൂക്ലിയസിന്റെ വോളാണ്. ന്യൂക്ലിയസിന്റെ വോൾ എന്ന് പറയുമ്പം ഇവിടെ നമ്മൾ എനർജി വെച്ചാൽ റെപ്രസെന്റ് ചെയ്യുക. അപ്പോൾ ഇത്രയും എനർജി, ഈ ഹൈറ്റിലുള്ള എനർജിയാണ് ഏകദേശം 25 മില്യൺ ഇലക്ട്രോൺ വോൾട്ട്. ഇത്ര എനർജി വേണം നമുക്ക് ആൽഫ പാർട്ടിക്കിളിന്. ഇപ്പൊ ഇവിടെ ഇരിക്കുന്ന നമ്മുടെ ആൽഫ പാർട്ടിക്കിളിന് ഇതിനകത്തുനിന്ന് പുറത്ത് കിടക്കണമെന്നുണ്ടെങ്കിൽ ഇത്രയും എനർജി ഉണ്ടെങ്കിൽ ഇങ്ങനെ ചാടി പുറത്തു പോകാൻ പറ്റത്തുള്ളൂ. ഈ ആൽഫ പാർട്ടിക്കിളിന്റെ എനർജി എന്ന് പറയുന്നത് ഏകദേശം 4 to 9 MeV ആ. സ്വഭാവം വളരെ കുറവാണ് എനർജി. അപ്പൊ പക്ഷേ റിയൽ കേസിൽ നമ്മൾ എന്താ കണ്ടത്? ആ ന്യൂക്ലിയസിനകത്തുനിന്ന് ആൽഫ പാർട്ടിക്കിൾ എമിറ്റ് ചെയ്ത് പുറത്തു പോകുന്നുണ്ട്. അപ്പൊ ഇതെങ്ങനെയാണ് പുറത്തു പോകുന്നത്? ഇതിന് പുറത്തു പോകാനുള്ള എനർജി ഇല്ല, പക്ഷെ ഇത് പുറത്ത് കടക്കുന്നുണ്ട്. അപ്പൊ ആൽഫ പാർട്ടിക്കിള് നമ്മളൊരു ഞാൻ ആ വാക്കി തന്നെ പറഞ്ഞു, നമ്മൾ പാർട്ടിക്കിൾ ആയിട്ടാണ് ഇമാജിൻ ചെയ്യുന്നതെങ്കിൽ അത് ക്ലാസിക്കൽ മെക്കാനിക്സ് കൺസെപ്റ്റ് ആണ്. അതായത് ഒരു പാർട്ടിക്കിൾ നേച്ചർ ഈ ഒരു ആൽഫ പാർട്ടിക്കിൾ പല പ്രാവശ്യം ഭിത്തിയെ ചെന്ന് ഇങ്ങനെ കൊളൈഡ് ചെയ്യുക, ഭയങ്കര കൈനറ്റിക് എനർജി ആശാന്, ഡിസിന്റഗ്രേഷൻ എനർജി മൂലം കൈനറ്റിക് എനർജി ഒക്കെ ഉണ്ടായില്ലേ. അപ്പൊ ഭിത്തിയിൽ ചെന്ന് ഇങ്ങനെ ഫ്രീക്വന്റ് ആയിട്ട് കൊളൈഡ് ചെയ്യാണ്. പക്ഷെ ഇവിടെ ചെന്ന് ഇടിച്ചാലും ഈ സാധനം ഇങ്ങനെ റീട്രൈസ് ചെയ്ത് തിരിച്ചു വരും, കാരണം ഇതിനെ ബ്രേക്ക് ചെയ്ത് പോകാനുള്ള എനർജി നമ്മുടെ ആൽഫ പാർട്ടിക്കിളിന് ഇല്ല. പിന്നെ എങ്ങനെയാണ് ഈ ആൽഫ പാർട്ടിക്കിള് ഈ ഒരു ന്യൂക്ലിയസിന്റെ ഹൈലി എനർജറ്റിക് പൊട്ടൻഷ്യൽ ബാരിയർ ക്രോസ് ചെയ്ത് ഈ ന്യൂക്ലിയസിന് പുറത്തു വരുന്നത്? അതാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ പാർട്ടിക്കിൾ ആയിട്ട് ഇമാജിൻ ചെയ്ത് നമ്മുടെ ആൽഫ പാർട്ടിക്കിള് പുറത്തു കടക്കത്തില്ല. പിന്നെ എങ്ങനെയായിരിക്കും? അതായത് ആ ഒരു കാര്യം എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ക്വാണ്ടം ഫിസിക്സ് വെച്ചിട്ടാണ്, ക്വാണ്ടം മെക്കാനിക്സ് വെച്ചിട്ടാണ്. അതായത് ഡ്യുവൽ നേച്ചർ ഓഫ് മാറ്റർ, പാർട്ടിക്കിൾ ബിഹേവിയറും വേവ് ബിഹേവിയറുമുള്ള ഒരു കൺസെപ്റ്റ്. അതായത് ആൽഫ പാർട്ടിക്കിളിന് പാർട്ടിക്കിൾ നേച്ചറും ഉണ്ട്, ഒപ്പം വേവ് നേച്ചറും ഉണ്ട്. ഇപ്പൊ ക്വാണ്ടം മെക്കാനിക്സിൽ നമ്മൾ ആൽഫ റേസിനെ, ഒരു പാർട്ടിക്കിളിനെ ഒരു വേവ് ആയിട്ടാണ് നമ്മൾ ഇമാജിൻ ചെയ്തേക്കുന്നത്. അപ്പോ ഇതിങ്ങനെ വേവ് നേച്ചർ ഇങ്ങനെ എക്സിബിറ്റ് ചെയ്യുകയാണ്. ഇതിനിങ്ങനെ വേവ് നേച്ചറിൽ ഇതിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ നിൽക്കുമ്പോൾ ഇത് ഈ വോളിന്റെ അടുക്ക വരുമ്പോൾ പല പ്രാവശ്യം ഇത് വോളിൽ കൊളൈഡ് ചെയ്യാന്ന് പറഞ്ഞു. ഏതെങ്കിലും ഒരു സമയത്ത് ഈ വോളിനിടയിലുള്ള ഗ്യാപ്പിൽ കൂടി ഈ വേവ് ഇതിനകത്തുനിന്ന് പിയേഴ്സ് ചെയ്ത് പുറത്തു വരും, ഇത് തുളച്ച് പുറത്തു വരും. ടണൽ ത്രൂ ദ ബാരിയർ. ഓക്കെ, അപ്പൊ ഇങ്ങനെ ടണൽ ചെയ്ത് ഇത് പുറത്തു വന്ന് ഇവിടെ ഈ വേവ്, ഈ ആൽഫ റേസ് പുറത്തു വരും. മനസ്സിലായോ? ഇതിനാണ് പറയുന്നത് ക്വാണ്ടം മെക്കാനിക്കൽ ടണലിംഗ്. അതായത് നേരെ ഇങ്ങനെ ചാടിക്കിടന്ന് പുറത്തു പോകല്ല, ഇതിനിടയിൽ കൂടെ പീപ്പ് ചെയ്ത് പുറത്തു പോവുക ചെയ്യുന്നത്. ഇത് വളരെ രസകരമായ ഒരു കൺസെപ്റ്റ് ആണ് ക്വാണ്ടം മെക്കാനിക്സിൽ. സോ നമ്മുടെ ആൽഫ റേസിന്, ഈവൻ ദോ ദ എനർജി ഈസ് ലെസ് ഫോർ ആൽഫ പാർട്ടിക്കിൾ വെൻ കമ്പയർഡ് ടു ദ പൊട്ടൻഷ്യൽ എനർജി ഓഫ് ദ ന്യൂക്ലിയസ്, ഇറ്റ് ക്യാൻ ക്രോസ് ദ പൊട്ടൻഷ്യൽ ബാരിയർ by a phenomenon known as quantum tunneling.
സോ അങ്ങനെയാണ് നമ്മുടെ ആൽഫ റേസ് ഇതേപോലെ പുറത്ത് വരുന്നത്. ഈ പാർട്ടിക്കിളിന്റെ വേവ് നേച്ചറും ഡ്യുവൽ നേച്ചറൊക്കെ വെച്ചിട്ട് ഞാൻ വേറൊരു ക്ലാസ് എടുക്കും, ക്വാണ്ടം മെക്കാനിക്സിന്റെ ക്ലാസ് എടുക്കും. അതിന്റെ രസകരമായിട്ടുള്ള എക്സാമ്പിൾസ് ഞാൻ പറയാം. ഇപ്പോ ഇത് നമ്മൾ മനസ്സിലാക്കിയിരിക്കുക. സോ ദിസ് ഇസ് ക്വാണ്ടം ടണൽ തിയറി ഓഫ് ആൽഫ ഡീകെ. അപ്പോൾ ഈ ഒരു കേസിൽ ഇവരെ ഡിറൈവ് ചെയ്ത ഒരു ഇക്വേഷൻ ഉണ്ട്. അതായത് ഗാമോ എന്ന് പറയുന്ന ഒരു സയന്റിസ്റ്റ് ആണ് ഇതിന്റെ ഇക്വേഷൻസ് ഒക്കെ ഡിറൈവ് ചെയ്തത്. സോ ദ ഇക്വേഷൻ സ്റ്റേറ്റ്സ് ദാറ്റ് the overall decay probability per unit time is given by lambda is equal to nu t, where lambda is a decay constant, nu is the frequency of collision. അതായത് ഒരു സെക്കൻഡിൽ എത്ര പ്രാവശ്യമാണ് ഈ ആൽഫ പാർട്ടിക്കിൾ ഈ വോളിൽ കൊളൈഡ് ചെയ്യുന്നത്, ഫ്രീക്വൻസി ഓഫ് കൊളീഷൻ, ആൻഡ് ടി ഈസ് ദ ട്രാൻസ്മിഷൻ പ്രോബബിലിറ്റി. ഓക്കെ, നെക്സ്റ്റ് വി ആർ ഗോയിങ് ടു ഡിസ്കസ് അബൌട്ട് ദ ഡെറിവേഷൻ ഓഫ് ആൽഫ ഡികെ കോൺസ്റ്റന്റ്. അപ്പൊ ആൽഫ ഡികെ കോൺസ്റ്റന്റ് നമ്മൾ പഠിച്ചു. ആൽഫ പാർട്ടിക്കിൾ നമ്മുടെ ന്യൂക്ലിയസിനകത്തുനിന്ന് ടണൽ തിയറി വെച്ചിട്ടാണ് എസ്കേപ്പ് ചെയ്തു പോകുന്നത്. സോ വി ഗെറ്റ് എ റിലേഷൻ ലൈക്ക് ദിസ്, ലാംഡ ഇസ് ഈക്വൽ ടു ന്യൂ ടി, ലാംഡ ആണ് ഡികെ കോൺസ്റ്റന്റ്. അപ്പൊ ഈ ഡികെ കോൺസ്റ്റന്റും പാർട്ടിക്കിളിന്റെ എനർജിയും തമ്മിൽ എന്തെങ്കിലും റിലേഷൻ ഉണ്ടോ ഇല്ലയോ, അതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പൊ ഇത് നിങ്ങളുടെ UG എക്സാമുകൾക്ക്, യൂണിവേഴ്സിറ്റി എക്സാമുകൾക്ക് വരുന്ന ഒരു ഷുവർ ക്വസ്റ്റ്യൻ ആണ് ക്വാണ്ടം ടണലിംഗ് എന്ന് പറയുന്നത്. അപ്പൊ ഇത് നിങ്ങൾ പഠിച്ചിരിക്കണം. ഇപ്പം ഡെറിവേഷന് വേണ്ടിയിട്ട് ആദ്യം നമുക്കൊരു ഇൻട്രൊഡക്ഷൻ എഴുതാം. Let a beam of particles of kinetic energy E incident on a rectangular potential barrier of height U such that U is greater than E. അതായത് നേരത്തെ പറഞ്ഞ കഥയൊക്കെ തന്നെയാണ്. അതായത് നമ്മുടെ എനർജിയാണ് ക്യാപിറ്റൽ E എന്ന് റെപ്രസെന്റ് ചെയ്യുന്നത്, നമ്മുടെ ന്യൂക്ലിയസ്. ഈ ന്യൂക്ലിയസിന്റെ പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത് U ആണ്. ആൻഡ് ലെറ്റ് ആൻ ആൽഫ പാർട്ടിക്കിൾ ഹാവിംഗ് കൈനറ്റിക് എനർജി E incident on this wall. Okay, and let L be the width of this barrier. അപ്പൊ ആ ഒരു കാര്യമാണ് ഒരു സെന്റൻസ് ആക്കി ഇവിടെ പറഞ്ഞേക്കുന്നത്, where U is greater than E. അല്ലെ, പൊട്ടൻഷ്യൽ എനർജി കൈനറ്റിക് എനർജിനെക്കാട്ടിൽ എന്തായിരിക്കും, കൂടുതലായിരിക്കും. സോ ഇത് ഡെറിവേഷൻ എഴുതുമ്പോൾ നിങ്ങൾ ഈ ഒരു ഫിഗർ നല്ല നീറ്റ് ആയിട്ട് വരച്ചു വെക്കണം. കാരണം ഈ ഫിഗറിൽ ഞാൻ ഇതിന്റെ വേവ് നേച്ചർ വരച്ചിട്ടുണ്ട്, പിന്നെ എനർജി എഴുതിയിട്ടുണ്ട്, അതേപോലെ വിഡ്ത്ത് L ആണ്. അതേപോലെ നമുക്ക് 6 വെച്ചിട്ടാണ് ഡിസ്റ്റൻസ് ഫ്രം ദ സെന്റർ 6 വെച്ചാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്. ഈ ഒരു പോയിന്റ് നമുക്ക് R0 എന്ന് എഴുതാം, ഈ ഒരു പോയിന്റ് നമുക്ക് ക്യാപിറ്റൽ R എന്ന് കൊടുക്കാം. കാരണം അറ്റ് ദിസ് പോയിന്റ് നിങ്ങൾ ഓർത്തിരിക്കണം കേട്ടോ, ഈ ഒരു പോയിന്റ് വന്നിട്ടാണ് നമ്മുടെ ആൽഫ പാർട്ടിക്കിൾ കംപ്ലീറ്റ് ആയിട്ട് എസ്കേപ്പ് ചെയ്യുന്നത്. അതായത് ദ കൈനറ്റിക് എനർജി ഓഫ് ദ ആൽഫ പാർട്ടിക്കിൾ ഇസ് ഈക്വൽ ടു ദ പൊട്ടൻഷ്യൽ എനർജി, U ഇസ് ഈക്വൽ ടു E എന്ന് പറയുന്ന പോയിന്റ് ആണ്. ആൻഡ് എബവ് ദാറ്റ് E ഈസ് ഗ്രേറ്റർ ദാൻ U. അപ്പൊ ഈ ഒരു ഫിഗർ നല്ല നീറ്റ് ആയിട്ട് വരച്ചിട്ട്, അപ്പൊ ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് നമ്മുടെ ടീച്ചേഴ്സിന് ഒരു ഇംപ്രഷൻ വീഴും. അപ്പൊ തന്നെ എന്നാ ശരി എന്തെങ്കിലും എഴുതിയിട്ടുണ്ടല്ലോ എന്ന് വിചാരിച്ച് ബാക്കി നോക്കും. സോ ദ ട്രാൻസ്മിഷൻ പ്രോബബിലിറ്റി ഈസ് T is equal to e raised to minus 2kl. ഇവിടെ ഒരു കാര്യമുണ്ട് കേട്ടോ, നമുക്കിങ്ങനെ എസ് ഒക്കെ എഴുതാൻ നിൽക്കുമ്പോഴേ നമ്മളെല്ലാം പഠിച്ച് സെറ്റ് ആയിട്ടാണ് പോയേക്കുന്നത്. പക്ഷെ അങ്ങോട്ട് ചെന്ന് പരീക്ഷയ്ക്ക് ഇരിക്കുമ്പോൾ ഫസ്റ്റ് ഇക്വേഷൻ മറന്നുപോയി. അയ്യോ, ആദ്യത്തെ ഇക്വേഷൻ തുടക്കം മറന്നാൽ പിന്നെ ഒന്നുമില്ല, നമ്മൾ ബ്ലാങ്ക് ആയിട്ട് ഇങ്ങനെ ഇരിക്കും. സോ ഈ ഒരു ഡെറിവേഷന്റെ ഫസ്റ്റ് ഇക്വേഷൻ നിങ്ങൾ ഓർത്തിരിക്കണം. ട്രാൻസ്മിഷൻ പ്രോബബിലിറ്റി T is equal to e raised to minus 2kl, where k is the wave number which can be given by root of 2m u minus e by h cut. ഇക്വേഷൻ 1, 2 എന്നൊക്കെ കൊടുക്കുക. എന്നിട്ട് നമ്മൾ എന്ത് ഇക്വേഷൻ എഴുതിയാലും യു ഹാവ് ടു ഡിഫൈൻ ഈച്ച് ടേംസ്. ഓരോ ടേമും എന്താണെന്ന് കൃത്യമായിട്ട് എഴുതണം. അതായത് k is a wave number which is given by 2 pi by lambda, m is the mass of the alpha particle, E is a kinetic energy, U is a potential energy, h cut is h by 2 pi, where h is a Planck's constant, its value is 6.6 into 10 raised to minus 34 joule second. ഇത്രയും കാര്യം എഴുതി അങ്ങോട്ട് വയ്ക്കാം. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇക്വേഷന്റെ ലോഗരിതം എടുക്കാണ്. സോ നാച്ചുറൽ ലോഗ് T is equal to natural log e raised to minus 2kl, which is equal to minus 2kl natural log e. Log e എന്ന് പറയുന്നത് 1 ആണ്. സോ വാട്ട് വി ഗെറ്റ് ഈസ് നാച്ചുറൽ ലോഗ് T is equal to minus 2kl എന്ന് കിട്ടും. ഇത് ഇക്വേഷൻ നമ്പർ ഇക്വേഷൻ ഇതിന് വേണ്ട. ഓക്കെ, ഇത്രയും കിട്ടി. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത്, നമ്മുടെ ഫിസിക്സുകാർക്ക് ഇന്റഗ്രേഷൻ, ഡിഫറൻസിയേഷൻ, ഒരു ഡെറിവേഷൻ ഇല്ലാതെ ഒരു കളിയില്ല. സോ നമുക്കിവിടെ ഈ ലെങ്ത്
വിഡ്ത്ത് ഓഫ് ദ ബാരിയർ അല്ലേ, ശരിക്കും എനിക്ക് അങ്ങ് ഡിസ്റ്റൻസ് 6 വരെ നമുക്ക് എടുക്കേണ്ടതാണ്. അപ്പൊ അതുകൊണ്ട് ഈ ലെങ്തിനെ ഞാൻ മാറ്റി 6ന്റെ ടേമിൽ ഒരു ഇന്റഗ്രൽ ഫോമിലാക്കി എഴുതുകയാണ്. സോ വാട്ട് ഐ ഗെറ്റ് ഈസ് നാച്ചുറൽ ലോഗ് ടി ഈസ് ഈക്വൽ ടു -2 ഇന്റഗ്രൽ r0 ടു r k ഓഫ് r. വേവ് നമ്പർ ഡിപ്പെൻഡ്സ് ഓൺ ദ ഡിസ്റ്റൻസ്. എല്ലിന് പകരം dr എന്ന് കൊടുത്തു. ഈ r ഉം r0 എന്താന്നൊക്കെ മനസ്സിലായോ? ഇതാണ് r0യും r വരുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ ഇന്റഗ്രൽ ഫോമിൽ നമ്മൾ ഇക്വേഷനെ എഴുതി. ഈ ഇക്വേഷൻ നമുക്ക് ഇക്വേഷൻ നമ്പർ 3 എന്ന് കൊടുക്കാം. ഓക്കെ, ഇനി ഇതിവിടെ നിൽക്കട്ടെ. ഇവിടെ നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത് നമ്മുടെ സിസ്റ്റത്തിന്റെ, അതായത് ആൽഫ പാർട്ടിക്കിളും ന്യൂക്ലിയസും ഉള്ള നമ്മുടെ സിസ്റ്റത്തിന്റെ പൊട്ടൻഷ്യൽ എനർജി എഴുതാൻ പോവാണ്. നമുക്കറിയാം പൊട്ടൻഷ്യൽ എനർജി ഇക്വേഷൻ U is equal to 1/4πε0 Q1 Q2 by R ആണെന്നുള്ളത്. സോ ഇവിടെ നമ്മുടെ ഒരു സിസ്റ്റം ആണ്. ഓരോ സിസ്റ്റത്തിലുള്ള എന്തൊക്കെയാണ്? ആൽഫ പാർട്ടിക്കിളും ഉണ്ട്, നമ്മുടെ ന്യൂക്ലിയസും ഉണ്ട്. സോ 1/4πε0 Q1ന്റെ സ്ഥാനത്ത് നമ്മുടെ ആൽഫ പാർട്ടിക്കിളിന്റെ ചാർജ് വരും. 2 പ്രോട്ടോൺ അല്ലേ, സോ 2e എന്ന് വരും. Q2ന്റെ സ്ഥാനത്ത് നമ്മുടെ ന്യൂക്ലിയസിന്റെ ചാർജ് വരും. where is the atomic number of the nucleus. Okay, സോ ഇത് രണ്ടും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ യുക്ക് ഒരു ഇക്വേഷൻ കിട്ടും. U is equal to 1/4πε0 2ze²/r എന്ന് കിട്ടും. ഇനി നമുക്ക് ഈ യുനെ നമ്മുടെ കെയുടെ ഇക്വേഷനെ കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. കെയുടെ ഇക്വേഷൻ ഞാൻ ഒന്നുകൂടി ഇവിടെ എടുത്ത് എഴുതുകയാണ്. √2m u - e/h കിട്ടും. ഇതാണ് നമ്മുടെ കെയുടെ ഇക്വേഷൻ. അപ്പൊ ഇവിടെ ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുകയാണ്. സോ വാട്ട് ഐ ഗെറ്റ് ഈസ് k is equal to റൂട്ട് ഞാൻ ലാസ്റ്റിൽ ഇടാം കേട്ടോ. 2m കൊടുക്കുക, യുവിന്റെ സ്ഥാനത്ത് 1/4πε0 2ze²/r - e. ഇത്രയും കിടക്കുന്ന ഏതിലാണ്? റൂട്ടിന്റെ ഉള്ളിലാണ് നിൽക്കുന്നത്. /h കിട്ടുന്ന വരും. ഇനി നമുക്ക് ഇക്വേഷൻ നമ്പർ 5 എന്ന് കൊടുക്കാം. ഇനി നിങ്ങൾ ഇവിടെ നോക്കിക്കോ. ഇവിടെ ഞാനൊരു കാര്യം ചെയ്യുകയാണ്. അതായത് നമ്മുടെ ഈ ഒരു ഇതിലില്ലേ, ഈ ഒരു ഫിഗറിൽ ഈ ഒരു പോയിന്റ്, അതായത് സ്മോൾ r ക്യാപിറ്റൽ R ആയ സമയത്ത് പൊട്ടൻഷ്യൽ എനർജി ഈസ് ഈക്വൽ ടു ദ കൈനറ്റിക് എനർജി. U ഈസ് ഈക്വൽ ടു E എന്ന് നമുക്ക് എഴുതാൻ പറ്റും അല്ലേ? അപ്പൊ നമുക്ക് സ്മോൾ r എന്തായി മാറി? ക്യാപിറ്റൽ R ആയിട്ട് മാറി. നമുക്ക് അതൊന്ന് റീപ്ലേസ് ചെയ്ത് ചെയ്യാം. ഇവിടെ U എന്ന് പറയുന്നത് E ആയിട്ട് മാറും. 1/4πε0 2ze²/R. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എനിക്ക് ഈ ഇക്വേഷനകത്തുനിന്ന് 1/4πε0 2ze² എന്ന് പറയുന്നത് ER എന്ന് എഴുതാലോ. അപ്പൊ ഇവിടെ എനിക്ക് ഈ ഒരു ടേമിന് ഞാൻ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാൻ പോവാണ്. സോ വാട്ട് ഐ ഗെറ്റ് ഇസ് k is equal to √2m ബ്രാക്കറ്റിനകത്ത് ഇവിടെ E ക്യാപിറ്റൽ R ഡിവൈഡഡ് ബൈ സ്മോൾ r മൈനസ് E റൂട്ട് ഉണ്ട് /h കട്ടെന്ന് വരും. ഇവിടെ ഈ ഒക്കെ കോമൺ, അപ്പൊ മൊത്തത്തിൽ അതിനെ ഇങ്ങനെ പുറത്തെടുക്കാം. സോ വാട്ട് ഐ ഗെറ്റ് ഇസ് √2me/h കട്ടിനെ ഞാൻ റൂട്ടിനകത്താക്കി. സോ h കട്ട് സ്ക്വയർ ഇൻറ്റു ക്യാപിറ്റൽ R ബൈ സ്മോൾ r -1 എന്ന് വരും. ഇവിടെ ഒരു 1/2 അങ്ങ് ഇട്ട് കൊടുക്കാം. അപ്പം റൂട്ട് ഇടുന്നതിന്റെ ബുദ്ധിമുട്ടില്ലല്ലോ. കണ്ടോ? ഇപ്പൊ നമുക്ക് കെക്ക് എന്ത് കിട്ടി? ഒരു ഇക്വേഷൻ കിട്ടി. ഈ കെയുടെ ഇക്വേഷനെ ഞാൻ ഇവിടെ കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇത് ഓൾറെഡി നമ്മൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. നാച്ചുറൽ ലോഗ് ടി ഈസ് ഈക്വൽ ടു -2 r0 to r k of r dr അല്ലേ? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ -2 കോൺസ്റ്റന്റിനെ പുറത്തെടുത്തു. √2me/h² ഇന്റഗ്രൽ r0 to r ക്യാപിറ്റൽ R ഡിവൈഡ് ബൈ സ്മോൾ r -1 the whole raised to 1/2 dr എന്ന് കിട്ടും. അപ്പൊ ഇവിടെ ഇനിയുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു വലിയൊരു ഇന്റഗ്രലാ, ചിന്ന സാധനമല്ല, വലിയ സാധനമാണ്. അപ്പൊ ഇതിൽ ശരിക്കും ഈ ഡെറിവേഷന് സ്പെറിക്കൽ പോളാർ കോർഡിനേറ്റിലൊക്കെ ചെയ്തിട്ടാണ് അവിടെ ഡെറിവേഷൻ ചെയ്യുന്നത്. ഇഫ് യു നീഡ് എ ഡെറിവേഷൻസ് പ്ലീസ് ലെറ്റ് മീ നോ. ഞാൻ മെയിലിൽ അത് റെസ്പോണ്ട് ചെയ്യാം. അപ്പൊ ഇവിടെ ഞാനത് ഇൻക്ലൂഡ് ചെയ്യുന്നില്ല. പക്ഷെ ഈ ഒരു ഡെറിവേഷൻ ഓൾറെഡി ആർത്തർ ബേസ്ഡ് ടെക്സ്റ്റിന്റെ അപ്പൻഡിക്സിൽ കിടപ്പുണ്ട്. അപ്പൊ അവിടെ വേണമെങ്കിൽ നിങ്ങൾക്ക് റെഫർ ചെയ്യാൻ പറ്റും. അപ്പൊ ഈ ഒരു നിങ്ങൾ എക്സാമിന് എഴുതുമ്പോൾ ഒരു ഡെറിവേഷൻ ചെയ്യണമെന്നില്ല, പകരം ഈ ഇന്റഗ്രലിൽ കിട്ടുന്ന ഫൈനൽ ആൻസർ നിങ്ങൾ എടുത്തെഴുതിയാൽ മതിയാകും. അപ്പൊ ഇവിടെ നിങ്ങൾ ഈ ഒരു ഇക്വേഷൻ പഠിച്ചു വെക്കണം. അതായത് ഇന്റഗ്രൽ ചെയ്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കിട്ടുന്ന ഈ ഒരു ആൻസർ പഠിച്ചു വെക്കണം. ലോഗ് ഇവിടെ നാച്ചുറൽ ലോഗിലായിരുന്നു കിടന്നിരുന്നത്, അതിനെ
ലോഗരിതത്തിലേക്ക് ടു ദ ബേസ് 10ലേക്ക് മാറ്റി log 10 t is equal to 1.29 root of zr0 minus 1.72 z divided by root e എന്ന് കിട്ടും. അപ്പം ഇത് ഈ ഇക്വേഷൻ നിങ്ങൾ ഓർത്തിരിക്കണം. ഹിയർ വി ഹാവ് ടു റിമെമ്പർ ടു തിങ്സ് വെയർ ഇ ഈസ് എക്സ്പ്രസ്ഡ് ഇൻ MEV, മില്യൺ ഇലക്ട്രോൺ വോൾട്ടിലായിരിക്കും എടുത്തിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ മാത്രമേ നമുക്ക് ഈ വാല്യൂസ് കിട്ടത്തുള്ളൂ, 1.72 കിട്ടത്തുള്ളൂ. ഓൾസോ R0 ഈസ് എക്സ്പ്രസ്ഡ് ഇൻ ഫെർമീസ്, ലെങ്ത്തിന്റെ ഒരു യൂണിറ്റ് ആണ് ഫെർമി. നമുക്കറിയാം 1 ഫെർമി ഈസ് 10⁻⁻50 മീറ്റർ. അപ്പൊ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മാത്രമേ ഈ ഒരു ഇക്വേഷൻ കിട്ടത്തുള്ളൂ കേട്ടോ. സോ നമുക്കറിയാം ലാംഡ ഇസ് ഈക്വൽ ടു ന്യൂ ടി, ന്യൂ ഇസ് ഈക്വൽ ടു V by R0. V is the velocity of the alpha particle. അപ്പൊ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ലാംഡ ഇസ് ഈക്വൽ ടു V by R0 into T എന്ന് വരും. ഇവിടെ നമുക്ക് ഈ ഇക്വേഷന് ലോഗരിതം എടുക്കാം. log to the base 10 lambda is equal to log mn ആണ്. log mn is log m plus n, that is log V by 2 R0 plus log t. log t ആണ് നമ്മൾ ഇത്ര നേരം ഡിറൈവ് ചെയ്ത് കൊണ്ടുവന്ന ഇക്വേഷൻ. അതെടുത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ ഇങ്ങനെ മനോഹരമായ ഒരു ലെങ്ത് ഇക്വേഷൻ കിട്ടും. So this law is a relation between the decay constant lambda, or lambda is 0.693 divided by t half. So half ലൈഫും എനർജി ഓഫ് ദ ആൽഫ പാർട്ടിക്കിളും തമ്മിലുള്ള ഒരു റിലേഷൻ ആണ് ഈ ഒരു ഇക്വേഷനിൽ നിന്ന് നമുക്ക് കിട്ടുന്നത്. ആൻഡ് വിച്ച് ഇംപ്ലൈസ് എ ജിഗർ-നട്ടൽ ലോ. So in this lecture we discussed about one of the important concept in quantum mechanics and in nuclear physics, that is quantum tunneling of alpha decay, and we derived the equation for the decay probability with respect to the decay with respect to the energy of the alpha particle. Hope you all understood my lecture. For more updates, keep an eye on my educational channel, Lectures by Dr. Seena G. Thank you.